തലസ്ഥാനത്തെ സംഘപരിവാറിന്റെ കൊടും ക്രിമിനലും കാപ്പ കേസ് പ്രതിയും കൗൺസിലറും കൂടിയായിട്ടുള്ള സുഗതനെ പോലീസ് വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലുണ്ട് എത്രമാത്രം കൊടും ഫ്രോഡ് കൂടിയാണ് എന്നുള്ള കാര്യം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളെ വാഴോട്ടുകോണം ക്ഷേത്രത്തിലിട്ട് തല്ലിച്ചതച്ച, നേരത്തെയും പല ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കാപ്പ കേസ് പ്രതി അയാൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം വീട്ടിനകത്ത് ഒളിവിൽ പാർക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് വീട് വളഞ്ഞ് പിടിച്ചതിന് ശേഷം പുറത്തു വന്നിട്ട് കുടുംബവും ഇയാളും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ സ്വന്തം നിലനിൽപ്പിന് പറയുന്ന, ആൾക്കാരുടെ ഇടയിൽ വികാരമുണ്ടാക്കാൻ പറയുന്ന പെരുന്നുണയുടെ തീവ്രത നോക്കണേ. വീട്ടിൽ കയറി അറസ്റ്റ്, എന്റെ ഭാര്യ എന്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസും അടിയില്ല. പോലീസ് മുഴുവൻ ആക്രമിക്കുക, എന്റെ ഭാര്യ ഉൾപ്പെടെ എന്റെ കൊച്ചിനെ ഉൾപ്പെടെ ആക്രമിച്ചു. കേട്ടല്ലോ, ഈ നുണ എന്റെ പ്രായപൂർത്തിയാകാത്ത മോന്റെ ചെവുക്കുറ്റിയിൽ അടിച്ചു, ഭാര്യയുടെ ചെവുക്കുറ്റിയിൽ അടിച്ചു. കേരള പോലീസിൽ നിന്ന് അത് ഉണ്ടാകില്ലെന്നറിയാം. പക്ഷേ ഈ പെരുന്നുണ പറയുമ്പോൾ സംഘികളായിട്ടുള്ളവരുടെ വികാരം ഉണരണമല്ലോ, അയാളോട് സഹതാപം തോന്നണമല്ലോ. കാര്യം നമ്മുടെ നാട്ടിൽ ഈ പട്ടികജാതി പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ ഈ തൊഴിലാളികളുടെ മക്കളാണല്ലോ ഗുണ്ടകൾ. തറവാട്ടിൽ പറന്നവരെല്ലാം മഹാന്മാരാണ്. അവന്മാർ ചെയ്യുന്ന എന്ത് അലവലാതിത്തരവും എന്ത് ഗുണ്ടാപ്രവർത്തനത്തെയും ന്യായീകരിക്കാൻ അവരുടെ നെറ്റ്വർക്കുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പോലീസുകാർ അവിടെ വിദഗ്ധമായി ഇടപെട്ടു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. അതിപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ദേ നോക്കി. കാപ്പ കേസ് പ്രതിയും BJP കൗൺസിലറുമായ സുഗതനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. വട്ടിയൂർക്കാവ് SHOയെയും SIയെയും സുഗതൻ കഴുത്തിന് പിടിച്ചു തള്ളി. സുഗതനും കൂട്ടരും SIയെ മതിലിന് ചേർത്ത് നിർത്തി മർദ്ദിച്ചു. പ്രതികൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും FIR. ബാക്കി സാറന്മാരുണ്ടല്ലോ, രക്ഷപ്പെടൂല അങ്ങേര്. ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി ഉത്തരവാദിത്തം കറണ്ടുകൊണ്ടാണ്. ഞാൻ വരാൻ പറഞ്ഞല്ലോ, കോടതി ഉത്തരവാണ്. നീ ഇട്, ആരും കാണിക്കാം. നീ ഇട്, ഇടും, അങ്ങനെ ഇടും, നീ ഇട്, കൊടുക്കും, അങ്ങനെ ഇടും, അങ്ങനെ ഇടും. എന്റെ എന്ത് ചെയ്യാൻ എനിക്ക് എന്റെ വീട്ടുകാർ രണ്ട് കാലം പേട്ടിന് കയറുന്നു.
കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമല്ലേ? പോലീസുകാരെ SIയെയും CIയെയും പൂര തെറി വിളിക്കുകയാണ്. ഇവനാരാണ് തെറി വിളിക്കാൻ? അപ്പോൾ ഇവനൊരു ബോൺ ക്രിമിനൽ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ കാപ്പ കേസിൽ കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആകാൻ നിർദ്ദേശം കൊടുത്തിട്ടും ഒളിവിൽ പാർക്കുകയായിരുന്നു സ്വന്തം വീടിനകത്ത്. ഇവിടുത്തെ നിയമ സംവിധാനത്തിന് ഒന്നും വിലയില്ല, ഞാൻ സംഘി കോട്ടയ്ക്കകത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല, അതാണല്ലോ മനോഭാവം. പക്ഷേ പോലീസ് ഈ വിവരം അറിഞ്ഞ് വീട് വളഞ്ഞ് പ്രതിയെ പിടിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് അവിടെ ചെല്ലുകയും ബലം പ്രയോഗിച്ച് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആളെ കൂട്ടി പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആകാശത്തേക്ക് ഒരു റൗണ്ട് വെടിവെച്ചത്. കാര്യം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് നമുക്ക് വികാരമുണ്ടാക്കാൻ കഴിയണം. എന്ത് പെരുന്നുണയും പറയണം. കുഞ്ഞിനെ തല്ലി, ഭാര്യയെ തല്ലി, എന്നെ തല്ലി. കാര്യം കൊടും ക്രിമിനലായിട്ടുള്ള ഇവനൊക്കെ ജയിലിടിഞ്ഞാൽ പുറത്തു വരാൻ പാടില്ലാത്ത ടീംസാണ്. അവരെ പോലീസിന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പട്ടികജാതി ഹിന്ദുക്കളെ പട്ടിയെ പോലെയാണ് വാഴോട്ടുകോണം ക്ഷേത്രത്തിലിട്ട് തല്ലിച്ചതച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രവൃത്തി ചെയ്തവൻ, കാര്യം ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദു ഒരുമിക്കൂ എന്ന് പറയുന്നിടത്ത് ഇവരുടെ കോട്ടകളിൽ പിന്നോക്ക ജാതിക്കാരെ നികൃഷ്ടമായി തല്ലിച്ചതച്ച കേസിലാണ് പോലീസ് നോൺ ബെയിലബിൾ ഒഫൻസിൽ കേസെടുത്തത്. അന്ന് മുങ്ങിയതാണ്. കോടതികളെല്ലാം ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം സറണ്ടർ ആകാൻ ആവശ്യപ്പെട്ടിട്ടും കീഴടങ്ങാതെ മുങ്ങി നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലെ സംഘപരിവാറുകാരനായതുകൊണ്ട് കൊടും ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോലീസ് ഇന്നിപ്പോ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി കുടുംബവും സുഗതനും പറഞ്ഞിട്ടുള്ള നുണകൾ കേൾക്കുമ്പോൾ തന്നെ ഇയാൾ ക്രിമിനൽ മാത്രമല്ല, കൊടും ഫ്രോഡാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെടുകയാണ്. ഒരു കാരണവശാലും ഇത്തരം ക്രിമിനലുകളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പുറത്ത് സഹവാസം നടത്താൻ പാടില്ല തന്നെ. ജയിലറകൾക്കുള്ളിൽ അടച്ചിടണമെന്നുള്ളതാണ് പോലീസ് എടുക്കേണ്ട തീരുമാനം. അമ്മാതിരി ഷോയാണ് അറസ്റ്റ് ചെയ്യാൻ ചെന്ന ഉദ്യോഗസ്ഥരടുത്ത് കാട്ടിയത്. കാര്യം തറവാട്ടിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ രാജാവാണല്ലോ. ആ രാജാവിന്റെ മനോഭാവത്തിൽ പോലീസുകാർക്കെതിരെ അതിക്രമം നടത്തിയതിനും അവരുടെ കൃത്യവിലോപത്തിന് തടസ്സം നിന്നതിനും പുതിയ വകുപ്പ് കൂടി ചാർത്തി അതിനും കൂടി നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസ് എടുക്കേണ്ടതുണ്ട്. അമ്മാതിരി അതിക്രമമാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾ നടത്തിയത്. അതിനുശേഷം പോലീസിനെ സമൂഹത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടി പെരുന്നുണ പറയുക കൂടി ചെയ്തു. അതിന്റെ ദൃശ്യം പുറത്തു വന്നപ്പോൾ അതും പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൊടും ക്രിമിനലും ഒരു കൊടും ഫ്രോഡായിട്ടുള്ള വ്യക്തി നമ്മുടെ നാട്ടിൽ സംഘപരിവാറിൽ പ്രവർത്തിച്ചാൽ, കുലപുരുഷനായ തറവാട്ടിൽ പറന്നാൽ എങ്ങനെയാണ് മഹത്വവൽക്കരിക്കുന്നത്? അയാൾക്ക് മാധ്യമങ്ങൾ വരെ കൊടുക്കുന്ന പ്രിവിലേജ് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്.